ഇതാണ് എടത്വ ചർച്ചിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. രാത്രി കാലങ്ങളിൽ ഈ ലൈറ്റ് ഈ നദിയിലേക്ക് അതിൻ്റെ ആ റിഫ്ലക്ഷനൊക്കെ വീണിട്ടുള്ള ഒരു കാഴ്ച. അതുകൊണ്ട് തന്നെയാണ് ഈ കാഴ്ചകളൊക്കെ ഒപ്പിയെടുക്കാനാണ് നമ്മൾ രാത്രി ഇന്ന് സെലക്ട് ചെയ്തത്. കഴിഞ്ഞ പ്രാവശ്യം ഇതിൻ്റെ ഒരു നമുക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ ഇത് കണ്ട് ഇവിടെ എല്ലാം നല്ല രസം, അടിപൊളിയായിട്ടുണ്ട്. എല്ലാ മതവിശ്വാസികളും ഈ ഗീവർഗീസ് പുണ്യാളച്ചൻ്റെ മണ്ണിലേക്ക് വരുന്ന കാഴ്ച കാണാം. ഏവർക്കും നമസ്കാരം. ചരിത്രപ്രസിദ്ധമായ കേരളത്തിലെ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് എടത്വ ഗീവർഗീസ് പുണ്യാളച്ചൻ്റെ എടത്വ ചർച്ച്. ഇവിടുത്തെ പെരുന്നാളിന് കൊടിയേറിയിരിക്കുകയാണ്. ഇവിടുത്തെ രാത്രിയിലെ ചില കാഴ്ചകളൊക്കെയാണ് ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത്. ഇവിടുത്തെ കച്ചവട കാഴ്ചകൾ, ഇവിടുത്തെ നൈറ്റ് വിഷനൊക്കെയാണ് നമ്മളിന്ന് കവർ ചെയ്യുന്നത്. ഏവർക്കും ഈ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തിരുസ്വരൂപം പുറത്തെടുത്ത് വെച്ച് ഭക്തർക്ക് ദർശനം നൽകുന്ന ഒരു വേളയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അത്യപൂർവമായ തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. നമുക്ക് ആ കാഴ്ചകളെല്ലാം ഒന്ന് കണ്ട് നമുക്ക് ഇവിടുത്തെ എല്ലാ കാഴ്ചകളും ഒന്ന് കറങ്ങിയടിച്ച് കാണാനാണ് ഇന്ന് വന്നിട്ടുള്ളത്. മധ്യസ്ഥൻ മനസ്സിനു കുളിരേകും തൊട്ടവൻ സുഖമാക്കും സ്നേഹം തൂകിയണഞ്ഞിടും ദുഃഖം ദുരിതം തീർത്ത് തണലേകാൻ. സ്നേഹം തൂകിയണഞ്ഞിടും ദുഃഖം ദുരിതം തീർത്ത് തണലേ. പേരെന്നാ പറയുന്നത്? തേൻകുടൽ. തേൻകുടൽ എന്നൊക്കെ പറയുന്നത് കുടൽ. ആ അതേണ്ട പുതിയൊരു ഐറ്റം തോന്നുന്നു. ഇവിടെ തേൻകുടൽ എന്ന് പറഞ്ഞൊരു ഐറ്റം ഇറക്കിയിട്ടുണ്ട്. എല്ലാം തമിഴ്നാട്ടിൽ നിന്നാണോ ഇവിടെ വന്നിട്ടുള്ളവർ? അത് എങ്ങനെ, ഇത് തൂക്കമാണോ? എങ്ങനെ തൂക്കിയാണോ? എത്രയാ അങ്ങനെ? 1/2 കിലോ 100 രൂപ. നമ്മുടെ എടത്വ സെയിൻറ്റ് അലോഷ്യസ് കോളേജാണ്. ഇവിടം മുതൽ അങ്ങോട്ട് ഭയങ്കര ട്രാഫിക് ബ്ലോക്കാണ്. ഞങ്ങളിവിടെ വണ്ടി വെച്ചിട്ട് അങ്ങോട്ട് നടന്ന് പോവുകയാണ്. ഭയങ്കര ട്രാഫിക്കാണ് ഇന്നിവിടെ. ഇന്ന് നമ്മളിത് ഷൂട്ട് ചെയ്യുമ്പോൾ ശനിയാഴ്ച വൈകിട്ടാണ്. അപ്പം നാളെ സൺഡേ ഒക്കെ ആയതുകൊണ്ട് അന്യ സംസ്ഥാനത്തു നിന്നൊക്കെ ഉള്ളവർ, അതുപോലെ ദൂരെയൊക്കെ ഉള്ളവരൊക്കെ 2 ദിവസം വെക്കേഷനൊക്കെ ആയതുകൊണ്ട് ഇവിടെ വരികയാണ്. ഇവിടെ KSRTC ബസ്സൊക്കെ കയറി വരുന്ന വരവുണ്ടോ? ഇവിടെ എല്ലാം ഭയങ്കര ബ്ലോക്കാണ്. ഇവിടെ ഒരു ടെമ്പററി KSRTCയുടെ ഒരു ഹാൾട്ട് സെൻറ്റർ ഉണ്ട്. ഇവിടെ ബസ്സൊക്കെ ഇവിടെ നിന്നാണ് കയറി വരുന്നത്. ഇപ്പോൾ ഈ പാലത്തിൻ്റെ താഴ്വശമായിട്ട് വരും. എടത്വ ഹരിപ്പാട് റൂട്ടിലേക്കുള്ള ഒരു ബ്രിഡ്ജാണിത്. ഈ ബ്രിഡ്ജിൽ 2 സൈഡും നല്ല രീതിയിൽ ഇലൂമിനേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കാണാം മരങ്ങളൊക്കെ നല്ല രീതിയിൽ ഇലൂമിനേഷൻ. ഇവിടുത്തെ ഒരു രാത്രി കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് വന്നത്. എൻ്റെ കൂടെ ശ്രീമോളും ഉണ്ട്. ശ്രീമോൾ, എങ്ങനെയുണ്ട് ഇവിടുത്തെ കാഴ്ചകൾ? അടിപൊളിയായിട്ടുണ്ടല്ലേ? ഇവിടുത്തെ ഈ റോഡിൻ്റെ സൈഡിൽ കുറച്ച് തണൽമരം ഇവിടെ കൂടെ പകൽ പോകുമ്പോൾ കാണാൻ പറ്റുന്നൊരു കാഴ്ചയാണ്. അതെല്ലാം ഈ റോഡിലേക്ക് കിടക്കുന്ന മരങ്ങളായി ഇപ്പോൾ ഒരു അനുഗ്രഹമായി. കാര്യം ഇതെല്ലാം ഇലൂമിനേറ്റ് ചെയ്തൊക്കെയാണ്. ഇത് എടത്വ ജംഗ്ഷനിലെ ഇതാണ്, കുരിശടിയാണ്. ഇവിടെ ഇപ്രാവശ്യം ഒരു പ്രത്യേകത വെച്ചാൽ ഇവിടുത്തെ ഈ സൈൻ ബോർഡുകളൊക്കെ വെച്ച് കുറേ അലങ്കാരങ്ങൾ, പെർമനൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഈ കുരിശടിയിൽ എല്ലാവരും ഇവിടെയൊക്കെ വന്ന് ഈ മെഴുകുതിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. പള്ളിയിലേക്കുള്ള വഴിയാണിത്. ഇവിടെ എല്ലാം മുകളിൽ എല്ലാം ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. പിന്നെ കച്ചവടക്കാർ പറയണ്ട, ഇഷ്ടം പോലെ കച്ചവടക്കാരാണ്. മറ്റു സംസ്ഥാനത്തു നിന്ന് വരുന്നവരാണ്, കൂടുതലും തമിഴ്നാടാണ് ഇവിടെ. ഭിക്ഷാടനക്കാർ ഒരു സൈഡ് ഇങ്ങനെ ഇരിപ്പുണ്ട്. പിന്നെ തോക്ക്, അതുപോലെ തന്നെ പൊരിക്കച്ചവടം എന്ന് വേണ്ട. ഇവിടെ ഇപ്പോൾ ഈ സ്കൂളും കോളേജും ഒക്കെ ഈ വെക്കേഷൻ ആയതുകൊണ്ട് ഇവിടെ തീർത്ഥാടനത്തിന് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുകയാണ്. ഇതെല്ലാം ഇവിടെ പാനിപൂരി സെക്ഷനാണ്. പാനിപൂരി, ബേൽപൂരി ഒക്കെയാണ് ഇവിടുത്തെ കച്ചവടങ്ങൾ. ഇവിടുത്തെ ഈ എടത്വ പള്ളിയിലെ
പെരുന്നാളിൻ്റെ കച്ചവടം നടക്കുന്ന ഒരു സെൻറ്ററാണ്. ഇതിനകത്ത് കുറേ കടകളുണ്ട്. നമുക്ക് അപ്പുറത്ത് ചർച്ചൊക്കെ ഒന്ന് കയറിയിട്ട് വരാം. നല്ല തിരക്കാണ് ഉള്ളിൽ. ഇതാണ് ഇവിടുത്തെ വഴിപാട്, ഇഷ്ടിക വഴിപാടാണ്. ഈ ചർച്ചയിന് ചുറ്റും ഇങ്ങനെ ഇഷ്ടിക തലയിൽ വെച്ച് കുരിശടി കൊണ്ടുവെക്കും. അവിടെ ആ കൊടിമരത്തിൻ്റെ ചുവട്ടിൽ കൊണ്ടുവെക്കും. വിശ്വാസമാണ് വെറ്റില പറത്തുന്ന ഒരു വഴിപാട്. ഞാൻ നേരത്തെ ഇത് കണ്ടിട്ടില്ല. ഇവിടെ ഈ പെരുന്നാൾ സംബന്ധിച്ചൊക്കെയുള്ള ഓരോരുത്തരുടെ ഒരു വിശ്വാസങ്ങളാണ് ഇവിടെ കാണുന്നത്. ഇവിടെയാണ് ഈ ഇഷ്ടികയെല്ലാം കൊണ്ട് ഇങ്ങനെ നമ്മുടെ ദുഃഖഭാരങ്ങളൊക്കെ ഇറക്കി വയ്ക്കുന്നതായിട്ടാണ് ഇതിൻ്റെ സങ്കല്പം. ഇവിടെ കൊണ്ടുവന്ന് സമർപ്പിക്കും. അതുപോലെ തന്നെ ഇവിടുത്തെ എണ്ണ വഴിപാട്, ഈ ഇതിലെ എണ്ണ ഒഴിച്ചിട്ട് ഇവിടുന്ന് എണ്ണ, അതുപോലെ ഇവിടുന്ന് ഇതിൽ നിന്ന് എണ്ണ എടുത്തുകൊണ്ട് പോകുന്ന എല്ലാവരുടെയും കണ്ടോ, എണ്ണയൊക്കെ എടുത്ത് നമുക്ക് ഈ ഓരോ രോഗങ്ങളുടെ ഒരു മാറുന്നുള്ള വിശ്വാസമാണ് ഇവിടുത്തെ. ഇവിടെ എല്ലാം തേണ്ട ആൾക്കാർ ഇങ്ങനെ വന്ന് ഇവിടെ സ്റ്റേ ചെയ്യുന്ന ഒരു കാഴ്ചയാണ്. ദൂരത്തുനിന്ന് ഇവിടെ താമസക്കാർ ലോഡ്ജൊക്കെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ ഈ പരിസരത്തൊക്കെ ഇങ്ങനെ കിടക്കുക എന്നുള്ളതാണ്. തിരുസ്വരൂപം വെച്ചിരിക്കുന്ന സ്ഥലമാണ്. ഇവിടെ ലൈനായിട്ട് നിരവധി ആൾക്കാർ ഇങ്ങനെ കയറി കാണാൻ നിൽക്കുകയാണ്. ഇവിടുത്തെ കച്ചവട കാഴ്ചകളാണ്. ഇതിനുള്ളിലൊരു കുറേ കടകളുണ്ട്. എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് വാങ്ങുന്ന തിരക്കുകളൊക്കെ കാണാം. നമുക്കിതിനെ കണ്ടൊക്കെ അങ്ങ് പോകാം. കളിപ്പാട്ടത്തിന്റെ കളിക്കൂടാരം ഒരുക്കി AR കമ്പനി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ടെമ്പററി അടിക്കുന്നതാണ്. നല്ല കരിപ്പട്ടി, ഈ ഇഞ്ചിയും ഏലക്കയൊക്കെ ചേർത്ത ഒരു കരിപ്പട്ടി വാങ്ങിച്ചോട്ട് പോവുകയാണ്. ഇത് പനിയൊക്കെ വരുമ്പോൾ നമുക്ക് അത്യാവശ്യം ഗുണം ചെയ്യുമെന്ന് തോന്നും. സ്പൈസസ് ഒക്കെയാണ്, കരിപ്പൊട്ടി അങ്ങനെയൊക്കെയുള്ള ഐറ്റംസാണ് ഇവിടെ. എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും. പൈസയായിട്ട് വന്നാൽ നിങ്ങൾക്ക് നല്ലൊരു പർച്ചേസൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റും. ഒരു പർച്ചേസ് മേളയാണ് ഇവിടെ ഈ അടുത്തുപോ പെരുന്നാളിനോടനുബന്ധിച്ച് നടക്കുന്നത്.
ഏവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ഒക്കെ അറിയുകയാണെങ്കിൽ ഇതുപോലുള്ള പരിപാടികൾ കവർ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.